വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കിന്ന് മെയ്, മൈറ്റ്, അതുപോലെ ലൈക്ലി ഇവ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്നും. മെയ്, മൈറ്റ് ഇവ രണ്ടും ഏകദേശം ഒരേ മീനിങ് ആണ്. ഇറ്റ് മെയ് റെയിൻ ദിസ് ഈവനിങ് ഓർ ഇറ്റ് മൈറ്റ് റെയിൻ ദിസ് ഈവനിങ്. ഇന്ന് സന്ധ്യയ്ക്ക് മഴ പെയ്തേക്കാം, മഴ പെയ്യാം. അതാണ് ഇറ്റ് മെയ് റെയിൻ ഓർ ഇറ്റ് മൈറ്റ് റെയിൻ ദിസ് ഈവനിങ്. ഇതേ അർത്ഥത്തിൽ നമുക്ക് ലൈക്ലി എന്ന് വെച്ചും പറയാം. ഇറ്റ്സ് ലൈക്ലി ടു റെയിൻ ദിസ് ഈവനിങ്. ഇറ്റ്സ് ലൈക്ലി ടു റെയിൻ ദിസ് ഈവനിങ്. ഇന്ന് സന്ധ്യയ്ക്ക് മഴ പെയ്യാനിടയുണ്ട്. അതാണ് ഇറ്റ്സ് ലൈക്ലി ടു റെയിൻ ദിസ് ഈവനിങ്. ഇവ ഇംഗ്ലീഷിൽ പ്രയോഗിക്കുമ്പോൾ ഇവിടെ നേരിയൊരു വ്യത്യാസമുണ്ട്. അതായത് ലൈക്ലി എന്ന് യൂസ് ചെയ്യുമ്പോൾ മഴ പെയ്യാനുള്ള സാധ്യത അല്പം കൂടി ഉറപ്പിച്ചു പറയുകയാണ്. പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷിലും റിട്ടൺ ഇംഗ്ലീഷിലും ആ വ്യത്യാസം അങ്ങനെ പ്രകടമാവാറില്ല. ഏകദേശം ഒരേ മീനിങ്ങിൽ ഇൻ്റർചേഞ്ചബിൾ ആണത്, ഉപയോഗിക്കാം. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഷീ മെയ് വിൻ ദ കോമ്പറ്റീഷൻ ഓർ ഷീ മൈറ്റ് വിൻ ദ കോമ്പറ്റീഷൻ. അവൾ മത്സരം ജയിച്ചേക്കാം. ലൈക്ലി വെച്ച് പറയുമ്പോൾ ഷീസ് ലൈക്ലി ടു വിൻ ദ കോമ്പറ്റീഷൻ. ഷീസ് ലൈക്ലി ടു വിൻ ദ കോമ്പറ്റീഷൻ. ഷീ മൈറ്റ് win the competition or she is likely to win the competition. They may arrive late or they might arrive late. അവർ വൈകി എത്തിയേക്കാം. They are likely to arrive late. They are likely to arrive late. അവർ വൈകി എത്തിച്ചേരാൻ ഇടയുണ്ട്. We may finish the project by Friday. We might finish the project by Friday. We are likely to finish the project by Friday. We are likely to finish the project by Friday. He may reject the offer or he might reject the offer. അയാൾ ഈ വാഗ്ദാനം നിരസിച്ചേക്കാം. ലൈക്ലി വെച്ച് എങ്ങനെ പറയും? He is likely to reject the offer. He is likely to reject the offer. The movie may start in a few minutes. Or the movie might start in a few minutes. അല്പനിമിഷങ്ങൾക്കകം സിനിമ ആരംഭിച്ചേക്കാം. ലൈക്ലി വെച്ചോ? The movie is likely to start in a few minutes. The movie is likely to start in a few minutes. The conference may be postponed. Conference നീട്ടിവച്ചേക്കാം. The conference may be postponed. The conference is likely to be postponed. The conference is likely to be postponed. Next one. The team may score a goal soon. The team may score a goal soon. Team ഉടൻ തന്നെ, വേഗം തന്നെ ഗോൾ സ്കോർ ചെയ്തേക്കാം, ഗോൾ അടിച്ചേക്കാം. ലൈക്ലി വെച്ച് The team is likely to score a goal soon. The team is likely to score a goal soon. She may be promoted next year. She may be promoted next year. അവൾ അടുത്ത വർഷം പ്രൊമോട്ട് ചെയ്യപ്പെട്ടേക്കാം. ലൈക്ലി വെച്ച് She is likely to be promoted next year. She is likely to be promoted next year. അപ്പം ഇങ്ങനെയാണ് മെയ്, മൈറ്റ്, അതുപോലെ ലൈക്ലി എന്നിവ പ്രയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ
സൗകര്യമുള്ള പോലെ ഇത് തിരിച്ചു മറിച്ചൊക്കെ യൂസ് ചെയ്യുക. സോ താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.